നല്ല വെയിലാണ് ഗൈസ്, നല്ല വെയിലാണ്. ഈ വെയിലത്തും തീയിട്ട് ആരേലും നിന്ന് ഇതുപോലെ ജോലി ചെയ്യുമോ? ഞാനൊരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ വെയിലും മഴയും ഒന്നും ഒരു പ്രശ്നമല്ല. വേറൊന്നല്ല, ഇതിനകത്ത് എന്ത് വേണമെന്ന് ചോദിച്ചാൽ കൂൺ ചെയ്യാൻ വേണ്ടിയിട്ട്, കൂൺ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ചകിരിച്ചോറ് സ്റ്റെറിലൈസർ ചെയ്തുകൊണ്ടിരിക്കുന്ന പാകമാണ്. കാണിക്കാമേ, ആദ്യം കയറിയിട്ടില്ല, വെച്ചതേ ഉള്ളൂ. കണ്ട, ആയിട്ടില്ല. 1 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ ഇരുന്നത് ശരിക്കും ആവി കൊള്ളണം. വേറൊന്നുമല്ല ഗൈസ്, കൂൺ കൃഷി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം ഈ കഴിഞ്ഞ 1 വർഷമായിട്ട് നമുക്ക് തിരക്കും ബിസിയൊക്കെ ആയത് കാരണം കൂൺ കൃഷി ചെയ്തില്ലായിരുന്നു. അപ്പോൾ കൂൺ കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ വെറുതെ ഒരു ഷെഡൊക്കെ ഇങ്ങനെ പണിത് 1.5 ലക്ഷം രൂപ മുടക്കി ഞാൻ വെറുതെ ഒരു കൂൺ ഷെഡൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാനിതിപ്പോൾ കൃഷിയായിട്ടല്ല ഞാൻ ചെയ്യുന്നത്. എൻ്റെ മോന് കൂണ് കൂട്ടാൻ കൊതിയായിട്ട് ഈയിടെ എല്ലാം ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന കാരണം ഞാൻ വീണ്ടും കൂൺ ഷെഡെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി. ഇതുണ്ടോ, ഒക്കെ ടെറ്റോളിനകത്ത് നല്ല സെറ്റാക്കി ഇട്ടേക്കാണ്. ഈ സെൽഫ് ഇവിടെയായിട്ട് കൊണ്ടുവന്ന് ഇട്ടിട്ട് വേണം, ഇവിടെ നിന്ന് വേണം ബെഡ് പിടിക്കാനാണ്. അപ്പം ഇന്ന് മൊത്തം നമ്മുടെ കൂൺ ഷെഡിൽ നല്ല പണിയായിരുന്നു. അതുപോലെ നമ്മുടെ ഡാർക്ക് റൂം ഇത് 1 വർഷമായിട്ട് നമ്മൾ ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് തുറന്ന് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത്, കണ്ട ഡാർക്ക് റൂമാണിത്. അപ്പോൾ എല്ലാം ഒന്ന് കഴുകി വെള്ളം ഒഴിച്ചിട്ടേക്കാം. അതുകൊണ്ടോ, ഇപ്പം നല്ല ചൂടല്ലേ, അപ്പോൾ ഇച്ചിരി ഈർപ്പൻ നിൽക്കട്ടെന്ന് കരുതി നല്ല ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ചിട്ടേക്കാണ്. ഇത് സെൽഫാണ് കേട്ടോ. ഇത് നമ്മൾ കൂൺ ബെഡ് വെക്കാനുള്ള സെൽഫാണ്. ഇത് നമ്മൾ നിറയ്ക്കാനുള്ള കവറുകൾ സ്റ്റെറിലൈസർ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മുറിയിൽ നമ്മളൊരു 15 ദിവസം അങ്ങ് വെച്ചിട്ട് കഥ ഇങ്ങനെ അങ്ങ് അടച്ച് ഇട്ടേക്കുക. അതിന് ശേഷം വന്നിട്ട് എടുത്ത് നമുക്ക് വെളിച്ചമുള്ള ഈ റൂം ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതിന് ശേഷം വേണം നമുക്ക് ഇവിടെ ക്ലീൻ ചെയ്യാനിട്ട്. ഇപ്പോൾ എല്ലാം പണിയായുധങ്ങളൊക്കെ പെറുക്കി വെച്ചിരിക്കുകയാണ്. വൈക്കോലും ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. വൈക്കോലിനകത്താണ് നമ്മൾ കൂൺ കൃഷി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ചെയ്യുന്നത്, എനിക്ക് കുറച്ച് ചകിരിച്ചോറുണ്ടായിരുന്നു, 2-3 കട്ടയുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തേക്കാമെന്നും കരുതിയിട്ട് ഇപ്പം അതെല്ലാം ഞാൻ ചെയ്ത് നോക്കുന്നത്. അതിന് എത്രമാത്രം വിളവ് കിട്ടും എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ അതിനകത്ത് അത്ര കാര്യമായിട്ട് ചെയ്തിട്ടില്ല. ചെയ്തിടത്തോളം നോക്കിയിട്ട് വലിയ വിളവൊന്നുമില്ല. വൈക്കോല് തന്നെയാണ് നമുക്ക് കൂൺ കൃഷിക്ക് ഏറ്റവും നല്ലത്. പക്ഷെ അത് ചെയ്ത് നോക്കാം. അതാകുമ്പോൾ ഇപ്പോൾ ഈ വേനലാൻ്റെ പേര് ഇച്ചിരി ഈർപ്പം നിൽക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. കുറച്ചുകൂടെയൊക്കെ ഈർപ്പം നിലനിർത്തിക്കൊണ്ട് പോകും. ഇതാകുമ്പോൾ പെട്ടെന്ന് വരണ്ടു പോകും, വരൾച്ച പെട്ടെന്ന് ഉണ്ടാകും വൈക്കോല്. അപ്പം ബാക്കി പരിപാടികളൊക്കെ ഒന്ന് ചെയ്യട്ടെ ഗൈസ്. നല്ല ജോലിയാണ്, നല്ല ജോലി എന്ന് വെച്ചാൽ നല്ല ജോലിയാണ്. അപ്പം ഇനി അത് ആവി കയറുന്നിടം വരെ ഞാൻ 1 മണിക്കൂർ ഫ്രീ ആണ്. അപ്പോൾ ആ 1 മണിക്കൂറിന് എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് ചോദിച്ചാൽ, പറമ്പിൽ കുറച്ച് പണിയുണ്ട്. ആഹാ, റോസപ്പൂവൊക്കെ ഇങ്ങനെ കൊലകൊലയോട് ചോടി കിടക്കുന്നുണ്ട് ഗേസ്. ബ്യൂട്ടിഫുൾ അല്ലേ? കട്ടറസ കണ്ട, അത് കുറേ ഉണ്ട് കേട്ടോ. ഇതാ ഒരു കൊല കിടക്കുന്നു, ഇതാ അങ്ങോട്ടേക്ക് ചാഞ്ഞൊരു കൊല കിടക്കുന്നു, ഇതാ ഇപ്പുറത്തൊരു കൊല, അപ്പുറത്തൊരു കൊല. ആഹാ, ബ്യൂട്ടിഫുൾ. ഇഷ്ടം പോലെ. ഇതെല്ലാം ഞാൻ സ്വന്തമായിട്ട് പറിച്ചുകൊണ്ട് നടന്നതാണ്. എവിടുന്നെങ്കിലൊക്കെ കൂട്ടുകാരൊക്കെ കാണുമ്പോൾ ഞാൻ ചെടി ചോദിക്കും. ലോകത്ത് ഞാൻ ഒരു സാധനവും ഞാൻ ആരുടെ മുന്നേ ഇറക്കില്ല. പക്ഷെ ചെടി കണ്ട ഗേസ് ഭ്രാന്താണ് എനിക്ക് കേട്ടോ. എനിക്ക് പൂച്ചെടി എവിടെ കണ്ടാലും ഞാൻ ചോദിച്ച് പിടിക്കും കേട്ടോ. അതൊക്കെ ഒരിഷ്ടമാണത്. കണ്ട കടലാസ് പൂ ഈ കഴിഞ്ഞിടയ്ക്ക് കൊണ്ടുവന്ന് നട്ടതാണ്. പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇത്രയും വളർന്നൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇത്രയും വളരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. പക്ഷേ ചാണപ്പൊടിയൊക്കെ എന്നെ ചൂട്ടി കിടപ്പുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത്രയും പെട്ടെന്ന് തഴച്ച് കയറി വന്നത്. വളമുള്ള മണ്ണാണ് കേട്ടോ. പിന്നെ കുറേ പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട്. കണ്ട ചീരയൊക്കെ നിൽക്കുന്നുണ്ട്, ചുമല ചീര, താഴെ മത്തയില, പയർ, ബീനീസ് ഒക്കെ ഉണ്ട്. അവിടെ ചുന്തിരിപ്പൂവ്, ആഹാ സൂപ്പർ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞാനിനി താഴെ ഇച്ചിരി പറമ്പിൽ ഏലത്തിനകത്തുനിന്ന് ഇറങ്ങിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ടാറ്റാ, ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടാക്കണം കേട്ടോ.